അത് വാച്ചിന് വലിയ മൂല്യമൊന്നും ഇവിടെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഈ വാച്ച് ഫീൽഡിലേക്ക് ഒന്ന് വന്നു വിട്ടത്? യൂസഫ് അലിക്കയുടെ ഒക്കെ ഒരു വാച്ച് സാറ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഏത് വാച്ചായിരുന്നു അത് യൂസഫ് അലിക്ക? കോംപ്ലിക്കേറ്റഡ് വാച്ചസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ടെൻഷനൊന്നും വരാറില്ല, കാരണം ഡയമണ്ട്സ് ഉള്ളിലുണ്ട്. ഒരു വലിയൊരു ബ്രാൻഡിൻ്റെ CEO പോലുള്ള ഒരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വാച്ചുകൾ നന്നാക്കാൻ വേണ്ടി ഒരു നല്ല ടെക്നീഷ്യൻ ആരെവിടെ അടുത്തുള്ളതെന്ന് ഒരു സെർച്ച് നടത്തി, ഒരു അന്വേഷണം നടത്തി. ആദ്യം അവിടെയുള്ള ആളുകൾ റെക്കമെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നത്. ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഒരു വാച്ച് ഏതായിരിക്കും? വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷറി പ്രീമിയം വാച്ചുകളെ കുറിച്ചുള്ള ഒരുപാട് കോണ്ടന്റ്സ് നമ്മുടെ ഈ പേജിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. പ്രീമിയം ലെവലിലുള്ള കോടിക്കണക്കിന് രൂപകളുടെ വാച്ചുകളുടെ കളക്ഷൻ വീഡിയോസും നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു സ്വിസ് ട്രെയിൻഡ് ഒരു മലയാളി ടെക്നീഷ്യനെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ് ഗായ്സ്, ദിസ് ഈസ് എഫിനാം, യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ജിജി സാറാണ്. അപ്പോൾ വളരെ കുറച്ച് സമയത്തിന് നാട്ടിൽ ലീവിന് വന്നതാണ്. അപ്പോൾ തന്നെ നമ്മൾ പിടിച്ചൊരു ഇന്റർവ്യൂ എടുക്കുന്നതാണ്. അദ്ദേഹം അബുദാബിയിൽ വാച്ച് ഇൻഡസ്ട്രിയിൽ വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, അത് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ജിജി സാറേ, വെൽക്കം. അബുദാബിയിൽ കറക്റ്റ് എവിടെയായിട്ടാണ്? അബുദാബിയിലെ ഹംദാൻ സ്ട്രീറ്റില് സി സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന എനിക്ക് സ്വന്തമായിട്ട് ഒരു ലക്ഷറി വാച്ചിന്റെ സർവീസ് സെന്റർ ഉണ്ട്. കൂടെ തന്നെ ഞാൻ അൽഫുത്തൈം എന്ന് പറയുന്ന ഗ്രൂപ്പില് ഗ്രാൻഡ് സീക്വലിൽ ഒരു പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. ആണല്ലേ? എത്ര വർഷമായി അപ്പോൾ അവിടെ? അബുദാബിയിൽ 13 years ആയി. 13 വർഷമായല്ലേ? അത് കൊള്ളാം. നമ്മുടെ നാട്ടിൽ ഈ വാച്ചുകളെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ ഇത്തരം വില പിടിച്ചുള്ള വാച്ചുകളൊക്കെ വാങ്ങുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാച്ചിനൊക്കെ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് വാച്ചിന് വലിയ മൂല്യമൊന്നും ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വാച്ച് ഫീൽഡിലേക്ക് ഒന്ന് വന്നു വിട്ടത്? വാച്ച് ഫീൽഡിലേക്ക് വന്നു വിട്ടത് 90കളുടെ മധ്യത്തിലാണ്. ഞാനന്നൊരു ടീനേജറാണ്. ആ സമയത്ത് ഇന്ത്യയിലെമ്പാടും ഒരു ടീനേജേഴ്സിന്റെ ഇടയിൽ ക്രിക്കറ്റ്, സച്ചിൻ അങ്ങനെ ഒരു തരംഗമുള്ള ഒരു സമയമാണ്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് അതുപോലെയുള്ള കുറേ കൂട്ടുകാരുണ്ട്, എൻ്റെ തരപ്പടിക്കാരായ കുറേ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കളിച്ച് നടക്കുന്ന ഒരു പ്രായം. അതിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു കടയിലേക്ക് പോയി ജോലി പഠിക്കാനായിട്ട് വേണ്ടി പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. തന്നെയല്ല, ഇതൊരു വലിയ ഒരു ഗ്ലാമർ അല്ലാത്ത ഒരു ജോലിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. എന്നാന്ന് ചോദിച്ചാൽ, ഒരു വാച്ച് ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു കണ്ണിൽ ഒരു ലെൻസും ഒക്കെ പിടിച്ച ഒരു പ്രായമുള്ള ഒരാൾ ഇരിക്കുന്നതായിട്ടാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം വേറെ തിരിച്ചായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ആദ്യ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ ജോലിക്ക് പോയത്. അത് എൻ്റെ അച്ചാച്ചൻ എന്നെ ആക്കിയത് ഉദയ ടൈംസ് എന്ന് പറഞ്ഞൊരു കടയാണ്. അവിടെ ഒരു ഇവിടെ തന്നെ അയർക്കുന്നെന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ അടുത്താണ്. ഇവിടുന്ന് 5-6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ എന്നെ ജോലി പഠിക്കാനാക്കി. ഞാനവിടെ ഒരു ആളുടെ പേര് KG ഗോപാലൻ എന്നാണ്, വാച്ച് ഗോപാലൻ എന്നാണ് അറിയപ്പെടുന്നത്. ആള് മരിച്ചുപോയി. ഭയങ്കര കഴിവുള്ള ഒരു ആള്, ഗോൾഡ് സ്മിത്ത് ആണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് അവർക്കൊരു കഴിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏക ശിഷ്യനാണ് ഞാൻ. പുള്ളിക്കാരൻ്റെ 3 മക്കൾ ഈ ഫീൽഡിലുണ്ട്. എന്നാലും മറ്റൊരാൾ, പുള്ളിയുടെ ഫാമിലിയിൽ നിന്നല്ലാതെ ഒരു ശിഷ്യനായിട്ട് എന്നെയാണ് സ്വീകരിച്ചത്. ആ ഒരു ദൈവാനുഗ്രഹം എൻ്റെ അവസാനത്തോളം ഉണ്ട്. അന്ന് ആളിൻ്റെ വാല്യൂ ഒന്നും ഞാൻ അത്രയ്ക്ക്, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഫീൽഡായതുകൊണ്ട് ആളുടെ വാല്യൂ ഒന്നും ഞാൻ അത്രയ്ക്കൊന്നും അളന്നിട്ടില്ലായിരുന്നു. പിന്നീട് ഇപ്പം നമുക്ക് 40-45 വയസ്സായപ്പം അന്ന് അദ്ദേഹം ചെയ്ത ആ വർക്കുകളുടെ ക്വാളിറ്റി ഇപ്പം നമ്മുടെ മനസ്സിലുണ്ട്. ആ ചെയ്തതിൻ്റെ എഫക്റ്റും അന്ന് ഈ ഇവിടുത്തെ ലിമിറ്റേഷൻ ഇടയ്ക്ക് അദ്ദേഹം ചെയ്ത വർക്കുകൾ, ഞാൻ ഇന്ത്യയിൽ ഇത്രയും നല്ലൊരു ടെക്നീഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ നാട്ടിൽ ജോലി ചെയ്യുന്നതിൽ ഇത്രയും ടാലൻറ്റഡ് ആയ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളുടെ ഗുരുമുഖത്ത് നിന്ന് ജോലി പഠിക്കാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. ജോണി പാപ്പി എന്ന് പറഞ്ഞ ആളുണ്ട്. അതുപോലെ തന്നെ നെടുങ്കണ്ടം ജോജോയിൽ ആന്റണി അപ്പാപ്പി എന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ കൃഷ്ണനായരിലെ വേണു സാറ്, പിന്നെ ടൈറ്റാൻ ഗ്രൂപ്പിലെ ജോർജ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ഇവരെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത, നമ്മുടെ സക്സസിൻ്റെ എല്ലാം ബേസ് ഇവരൊക്കെയാണ്. ഏതൊരു മനുഷ്യനെയും സഹായിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടാവും അവൻ്റെ ലൈഫിൽ, മറക്കാൻ പറ്റാത്ത ചില ആൾക്കാർ. അങ്ങനെ കുറേ കൂട്ടുകാർ എനിക്കുണ്ട്. ഞാൻ കോട്ടയം കൃഷ്ണൻ നായർ വാച്ച് ഹൗസിൽ ജോലി ചെയ്യുന്ന സമയമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചേടാ, നിനക്ക് ഗൾഫിൽ പോകാൻ താല്പര്യമുണ്ടോ? ഒരാൾ ഗൾഫിൽ പോകാൻ വാച്ച് ടെക്നീഷ്യനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. അനീഷ് എന്നാണ് ആളുടെ പേര്. ഇയാളുടെ നമ്പർ കളക്ട് ചെയ്ത് വെച്ചു.
അങ്ങനെ എനിക്ക് ആ നമ്പർ തന്നു, ഞാൻ ആളിനെ വിളിച്ചു, അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നെ ആദ്യം ഞാൻ ഫസ്റ്റിലെ എനിക്ക് ജോലി കിട്ടി പോകുന്നത് ഞാൻ ഓറിയന്റൽ സ്റ്റോർ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഞാൻ അധികം നാൾ നിന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഓഫർ വേറെ അൽഫത്തൈം ഗ്രൂപ്പിൽ നിന്ന് വന്നു. അവിടെ അവരുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സീക്കോ, റൈമണ്ട് വീല് പോലെയുള്ള നോർമൽ കാറ്റഗറി വാച്ചുകളാണ്. സീക്കോ, റൈമണ്ട് വീല്, എംപോറിയോ അർമാനി പോലെയുള്ള ഫാഷൻ ബ്രാൻഡുകൾ, GC പോലെയുള്ള, എന്നാൽ ഒരു എൻട്രി ലെവൽ പ്രീമിയം വാച്ചുകളാണ്. ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ എനിക്ക് ജോലിയോടുള്ള താല്പര്യം അങ്ങനെ തന്നെയായിരുന്നു. കൂടുതൽ ശമ്പളം കിട്ടുന്നതിലല്ല, എൻ്റെ ജോലിയെ ഞാൻ അതുപോലെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. ആദ്യകാലങ്ങളിൽ എനിക്ക് ഈ ജോലിയോട് വലിയ സ്നേഹമില്ലെങ്കിൽ പോലും പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ഫീൽഡ് എനിക്ക് ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വഴി എന്നെനിക്ക് മനസ്സിലായി. ജിജി സാറ് ഒരുപാട് ലക്ഷറി പ്രീമിയം വാച്ച് ബ്രാൻഡിന്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതൊക്കെ ബ്രാൻഡ്സ് ഒക്കെ ആയിട്ടാണ് സാറ് വർക്ക് ചെയ്തിട്ടുള്ളത്? അൽഫത്തൈമിന് ശേഷം എനിക്ക് അവിടുന്ന് അൽഫത്തൈമിൽ ഒരു 2 വർഷം നിന്നതിന് ശേഷമാണ് എനിക്ക് നല്ലൊരു ഓഫർ അൽമനാറ ജ്വല്ലറിയിൽ നിന്ന് വരുന്നത്. അൽമനാറ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് അൾട്രാ ലക്ഷറി ബ്രാൻഡുകളുടെ കലവറയാണ്. അവരുടെ ബ്രാൻഡുകളാണ് പത്തക് ഫിലിപ്പ്, റിച്ചാർഡ് മില്ല്, ബോവെ, വാൻക്ലീഫ്, ഗ്രാഫ്, ഫോറം പോലെയുള്ള, പിന്നെ നോർമൽ കാറ്റഗറി വാച്ചുകളായ ചോപ്പാട്, നമ്മൾ കേട്ടിട്ടില്ലാത്ത വലിയ ബ്രാൻഡുകൾ 100. റോളക്സ് എന്ന് നമ്മളെപ്പോഴും പറയും, റോളക്സ് വലിയ വിലയുള്ള വാച്ചാണ് എന്ന് ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും പെട്ടെന്ന് പറയുന്ന റോളക്സ് എന്നാണ്. പക്ഷെ എന്നാലും 100 റോളക്സ് വാച്ചിൻ്റെ വിലയുള്ള മറ്റു വാച്ചുകളുണ്ട്. FP ജോണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്, വലിയ വിലയുള്ള ബ്രാൻഡാണ്. മോസ്റ്റ് കോംപ്ലിക്കേഷൻ വാച്ചുകൾ എന്ന് പറഞ്ഞാൽ ഡാനിയൽ റോത്ത്, ജെറാൾഡ് ജെൻഡ പോലെയുള്ള വാച്ചുകൾ, അതൊന്നും നമ്മുടെ നാട്ടിൽ അത്ര ഫെമിലിയർ അല്ല. പക്ഷേ അത് അതിൻ്റെ സെറ്റിങ്സും അതിൻ്റെ മെഷീനറീസും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ടാലൻ്റ് ഉള്ള ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരൊരു കാറ്റഗറൈസ് ചെയ്യും നമ്മൾ ലെവൽ 1 ടെക്നീഷ്യൻ, ലെവൽ 2 ടെക്നീഷ്യൻ എന്നുള്ള ഒരു കാറ്റഗറൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് മാനേജറാണ് നമുക്കൊരു മാർക്ക് തരുന്നത്. നമ്മൾ വാച്ചുകൾ ഹാൻഡിൽ ചെയ്യുന്ന രീതികളും നമ്മളുടെ വൃത്തി അതെല്ലാം അവർ നോക്കും. നമ്മൾ ഒരു ഷോപ്പിലേക്ക് നടന്നു വരുന്നത് നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ സംസാരിക്കുന്നതിന് പോലും പ്രത്യേക മാർക്കുകളുണ്ട്. നമ്മൾ പ്ലസന്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട്. അതൊക്കെ അവരുടെ മനസ്സിലുള്ളത് നമുക്കറിയാമില്ല. അവർ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ വിലയിരുത്തുന്നതെന്ന് അറിയില്ല. ആദ്യത്തെ സർവീസ് മാനേജർ എന്ന് പറഞ്ഞ ഫെഡറിക് ഫെലിക്സ് എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളി റോളക്സിൻ്റെ മാനേജറായിട്ട് ഇരുന്നിട്ടാണ് പുള്ളി UAE വരുന്നത്. എന്താ അറിയില്ല, എൻ്റെ ഒരു ദൈവാനുഗ്രഹം, ആളിന് തന്നെ ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള വാച്ചുകളിൽ എനിക്ക് നല്ല ട്രെയിനിങ് തന്നു. നമ്മളിവിടെ വെച്ചുകൊണ്ട് റോളക്സ്, റാഡോ പോലെയുള്ള നോർമൽ വാച്ചുകളും റോളക്സ് പോലെയുള്ള വളരെ റെയറായിട്ടുള്ള വാച്ചുകളും നമ്മൾ ഇവിടുന്ന് ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ കോൺഫിഡൻ്റ് ആണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ. പക്ഷേ ട്രെയിനിങ് ഒരു മനുഷ്യനെ വളരെ മാറ്റിയെടുക്കും. എന്നെപ്പോലെ തന്നെ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ടെക്നീഷ്യന്മാർക്ക് ഉള്ളപ്പോൾ പോലും അവർക്ക് കിട്ടാത്ത ഒരു ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2-3 ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഏത് വാച്ചുകൾ വന്നാലും ചെയ്യാം, അത് ചെയ്യേണ്ട രീതികൾ അതെല്ലാം നമുക്ക് മനസ്സിലായി. അത് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയി 1 month ട്രെയിനിങ് ഉണ്ട്, 2 weeks ട്രെയിനിങ് ഉണ്ട്, കണ്ടക്ട് ചെയ്ത് തരുന്ന രീതികളുണ്ട്. പിന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ടീം UAE വന്നിട്ട് അവർ സ്പെസിഫിക് ബ്രാൻഡുകളുടെയും മൊഡ്യൂളുകളുടെയും സ്പെസിഫിക് കാലിബറുകൾ മാത്രം ട്രെയിനിങ് ചെന്നിട്ട് നമുക്ക് മാർക്കറ്റ് പോകുന്നവരുണ്ട്. ഇപ്പം ബുൾഗാരിയൊക്കെ സ്വിറ്റ്സർലാൻഡിലേക്ക് കഴിഞ്ഞും ലോകത്തിലെ ഏറ്റവും വലിയ അവരുടെ സർവീസ് സെൻറ്റർ ഇപ്പം ബുൾഗാരി നേരത്തെ അൽമനാറയുടെ ബ്രാൻഡായിരുന്നു. ഇപ്പോൾ അവർ സ്വന്തമായിട്ടാണ്. ഇപ്പം അൽമനാറയുടെ മുമ്പിലത്തെ ബ്രാൻഡായിരുന്നു റിച്ചാർഡ് മില്ല്. അവരും ഇപ്പം സ്വന്തമായിട്ടാണ് UAE സർവീസ് സെൻറ്റർ. അവരുടെ ബുൾഗാരിയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 10, 15, 20 കംപ്ലൈൻറ്റ് ഒരു മൂവ്മെൻറ്റിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിന് വിളിക്കുമ്പോൾ നമുക്ക് ആ മൂവ്മെൻറ്റ് നമുക്ക് സർവീസ് ചെയ്യാൻ തരുന്നത്. അത് അവരെന്തൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ ആ വാച്ച് അഴിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും കംപ്ലൈൻറ്റുകൾ നോക്കി, അത് വളരെ ഈസിയല്ല. നമ്മൾ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാച്ച് കംപ്ലൈൻറ്റ് വന്നിട്ട് സർവീസ് ചെയ്യുന്നത് പോലെയല്ല, ഒരു കംപ്ലൈൻറ്റ് ആക്കി വെച്ചിട്ട് ഒരാൾ നമ്മുടെ കയ്യിലേക്ക് ഒരു വാച്ച് തരുന്നത്. അത് കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് പരിഹരിക്കുന്നതിനെ കഴിഞ്ഞു ഏറ്റവും നമ്മൾ ചലഞ്ചിങ് ആയ ഒരു കാര്യം കംപ്ലൈൻറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ഇത്തരം കോംപ്ലിക്കേറ്റഡ് വാച്ചസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ടെൻഷനൊന്നും വരാറില്ല. കാരണം ഡയമണ്ട്സ് ഉള്ളിലുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ പാർട്സിന് പോലും വളരെ ഡിമാൻഡാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? മാസ്റ്റർ ഓഫ് കോംപ്ലിക്കേഷൻ്റെ പല വാച്ചുകളുണ്ട്. ഡാനിയൽ റോത്ത്, ജെറാൾഡ് ജെൻഡ പോലെയുള്ള ബ്രാൻഡുകളിൽ വലിയ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഫ്രാങ്ക് മുള്ളറിനകത്ത് മാസ്റ്റർ ഓഫ് കോംപ്ലിക്കേഷൻ്റെ വാച്ചുകളുണ്ട്. മിനിറ്റ് റിപ്പീറ്ററായിട്ട് വരുന്ന വാച്ചുകളിൽ കോംപ്ലിക്കേഷൻ ഉണ്ട്.
പക്ഷെ ഇതിലൊക്കെ എനിക്ക് ഈ വലിയ പേരൊന്നും ഇല്ലാത്ത പെരിക്കൻസ് എന്ന് പറഞ്ഞൊരു വാച്ചാണ് ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നിയത്. അത് ഡബിൾ റിട്രോഗ്രേഡ് വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. അത് ഞാനൊരു 60 മണിക്കൂറേലും ആ ഒരു വാച്ചിന് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. അത് 2-3 മാസം, അത് കസ്റ്റമർ നമുക്കറിയാവുന്ന കസ്റ്റമർ ആയിരുന്നു. അവർ 2-3 മാസം എൻ്റെ കയ്യിലായിരുന്നു ആ വാച്ച്. എന്തോ വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ഒന്നെങ്കിൽ വലിയ ഓവർ എസ്റ്റിമേഷൻ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യാൻ ആരെങ്കിലും വിസമ്മതം പ്രകടിപ്പിച്ചതായിരിക്കാം. അതുകൊണ്ട് കസ്റ്റമർ എനിക്ക് കൂടുതൽ ടൈം തന്നു. അതുകൊണ്ട് എനിക്കത് നല്ല രീതിയിൽ പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റി. ആളിന് സന്തോഷമായി. എനിക്ക് ഇങ്ങനെയുള്ള വാച്ചുകൾ ചെയ്യുമ്പം പൈസയെ കഴിഞ്ഞും കൂടുതൽ ഇങ്ങനെയുള്ള ഒരു വാച്ച് ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ആത്മസംതൃപ്തിയുണ്ട്. അതിലാണ് എൻ്റെ മെയിനായ സന്തോഷം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, അബുദാബിയിൽ ഒരു വലിയൊരു ബ്രാൻഡിൻ്റെ ഒരു CEO പോലുള്ള ഒരു വ്യക്തി വന്നിട്ട് വാച്ചുകൾ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വാച്ചുകൾ നന്നാക്കാൻ വേണ്ടി ഒരു നല്ല ടെക്നീഷ്യൻ ആരെവിടെ അടുത്തുള്ളതെന്ന് ഒരു സെർച്ച് നടത്തി, ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ആദ്യം അവിടെയുള്ള ആളുകൾ റെക്കമെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നത്. അത് ആരായിരുന്നു എന്ന് പറയാമോ? അത് സാംസങ്ങിൻ്റെ ഡയറക്ടറായിരുന്ന പോൾ എന്ന് പറഞ്ഞ ആളുണ്ട്. സിംഗപ്പൂർ സാംസങ്ങിൻ്റെ ഹെഡാണ്. ആളുടെ കയ്യിലുള്ള വാച്ചുകൾ വലിയ വാച്ചുകളാണ്. AP-യുടെ സാധാരണ AP വാച്ചുകൾ, റോയൽ ഓക്ക് വാച്ചുകൾ എന്നൊക്കെ പറയുന്നത് തന്നെ സാധാരണ വലിയ വലിയ കാശുകാരായിട്ടുള്ള മൾട്ടി മില്യനേഴ്സിൻ്റെ സ്വപ്നങ്ങളാണ് ആ വാച്ചുകളൊക്കെ. അതിനകത്തെ ഏറ്റവും ടോപ്പ് വാച്ചുകൾ, അർണോൾഡ് ഷ്വാസ്നഗർ കളക്ഷനിലുള്ള വാച്ചുകൾ ഒക്കെയുള്ള ഒരു വാച്ചുകളാണ് ഇയാളുടെ കയ്യിലുള്ളത്. പിന്നെ റോജർ ഡുബീസ് എന്ന് പറഞ്ഞ വാച്ചുകൾ. റോജർ ഡുബീസ് ഇതൊന്നും നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത പേരുകളാണ്. പക്ഷേ ആളുടെ കയ്യിലിരിക്കുന്ന വാച്ചുകൾ ഇമാതിരി ഉള്ള വാച്ചുകളാണ്. അങ്ങനെ ആള് ജസ്റ്റ് ഒരു സ്ട്രാപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് വേണ്ടിയാണ് ആദ്യം എൻ്റെ അരികിൽ വരുന്നത്. ജസ്റ്റ് ഒരു സ്ട്രാപ്പ് ചേഞ്ച് ചെയ്ത്. ആൾ ഇംഗ്ലീഷുകാരനാണ്. അയാളുടെ ഒരു വാച്ച് $25,000 വാച്ച് ഫൈൻഡർ ഗ്രൂപ്പിൽ UK പറഞ്ഞ ഒരു വാച്ചാണ് ഞാൻ വളരെ ചെറിയ പൈസയ്ക്ക് ചെയ്തു കൊടുത്തത്. അപ്പോൾ ആളിന് നമ്മുടെ കാലിബർ മനസ്സിലായി. നമ്മൾ പൈസയോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളല്ല എന്ന് മനസ്സിലായി. നമ്മൾ ജോലിയോടാണ് നമ്മുടെ ഇഷ്ടമെന്ന് ആളിന് മനസ്സിലായി. ആളിൻ്റെ വാച്ചുകൾ ഇപ്പം സ്ഥിരമായിട്ട് എനിക്ക് തരുന്നുണ്ട്. അതുപോലെയുള്ള മറ്റ് വേറെ 2-3 പേര് എനിക്കറിയാം. അതായത് യൂസഫ് അലിക്കയുടെ ഒക്കെ ഒരു വാച്ച് സാറ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഒരു വാച്ചാണോ, അത് ഒന്നിൽ കൂടുതൽ വാച്ചസ് സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില സമയത്തൊക്കെ അത്തരം വാച്ചസ് ഒക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് സാറ് പറയാറുണ്ട്. എങ്ങനെയായിരുന്നു, ഏത് വാച്ചായിരുന്നു അത് യൂസഫ് അലിക്ക? ആളല്ല വന്നത്, ആളിൻ്റെ PA ഫസൽ എന്ന് പറഞ്ഞ ആളാണ് വരുന്നത്. ആള് എൻ്റെ സുഹൃത്താണ്. പെട്ടെന്ന് ചെയ്യേണ്ട വാച്ചായിരുന്നു. ചെറിയൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ ഒരു റിച്ചാർഡ് മില്ലിൻ്റെ സ്ട്രാപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാറിന് എങ്ങോട്ടോ മറ്റെങ്ങോട്ടോ വെളിയിലേക്ക് പോകുമ്പം അതിൻ്റെ മുമ്പുണ്ടായിരുന്ന കളർ ചേഞ്ച് ചെയ്ത് അടുത്ത സ്ട്രാപ്പ് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. പിന്നീട് പുള്ളിക്കാരൻ്റെ വാച്ചുകളും ഒക്കെ അങ്ങനെ വരുമ്പം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾ തമ്മിലൊരു ടച്ച് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സാറിൻ്റെ വാച്ച് ഞാൻ സർവീസ് ചെയ്തത് ഒരു വെങ്ങറിൻ്റെ വാച്ചാണ്. ആള് ഫ്ലൈറ്റിൽ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന വാച്ചാണെന്നാണ് എന്നോട് പറഞ്ഞത്. അത് വിത്ത് അനലോഗ് വിത്ത് ഡിജിറ്റലാണ്. അത് നമ്മൾ ക്രൗണിലൊക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേന് ഒരു ഫ്ലൂറസൻ ലെറ്റേഴ്സിൽ ടൈം എഴുതി കാണിക്കുന്ന രീതിയിലുള്ള വാച്ചുകളൊക്കെയാണ്. യൂസഫായിയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള നന്ദു സാറ് നമ്മുടെ നല്ല സുഹൃത്താണ്. ഭയങ്കര ഹമ്പിളാണ്. നന്ദു സാറ് തന്നെ എൻ്റെ അടുത്ത് സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ നിങ്ങൾക്ക് പറ്റിയ ഒരാളാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉള്ള ലക്ഷറി പ്രീമിയം വാച്ചസ് ഒക്കെ മേടിക്കുമ്പോൾ ഇപ്പോൾ റോളക്സ് ആണെന്ന് വിചാരിക്കുക. ഒരു റോളക്സ് വാച്ച് മേടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? വാച്ചുകളെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ജിജി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ, സാറിൻ്റെ വാച്ച് കളക്ഷൻ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു വാച്ച് ബോക്സ് എന്നെ ഒന്ന് കാണിച്ചു തരാമോ?